ഓം ശ്രീ സായിരാം. ഒരിക്കൽ നാനാ സാഹേബ് ചന്ദ്രോർക്കർ ദീക്ഷിതിനെ ലോണാവാലയിൽ വെച്ച് കണ്ടുമുട്ടി. ഇരുവരും പഴയ സുഹൃത്തുക്കൾ. ഏറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സംസാരിച്ചു. ദീക്ഷിതിന് ലണ്ടനിൽ വെച്ച് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. കാലിൽ പരിക്കേറ്റ കാര്യവും വിവരിച്ചു. അറിയാവുന്ന ചികിത്സകൾ മുഴുവൻ പരീക്ഷിച്ചു. പക്ഷേ കാൽ ശരിയാക്കാൻ കഴിഞ്ഞില്ല. ശരിയായി നടക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ നാനയുടെ മനസ്സിൽ സദ്ഗുരു സായിനാഥൻ്റെ സ്മരണ ഉണർന്നു. അവിടുത്തെ വാക്കുകൾ ഓർമ്മ വന്നു. എൻ്റെ സ്വന്തക്കാരൻ എത്ര ദൂരെയാണെങ്കിലും 7 കടലിനപ്പുറമെങ്കിലും ഞാൻ അവനെ എന്നരികിൽ കൊണ്ടുവരും. കുരുവിയുടെ കാലിൽ കെട്ടിയ ചരടിൽ പിടിച്ച് വലിക്കും പോലെ. ഉടൻ നാന പറഞ്ഞു, സുഹൃത്തേ, താങ്കളുടെ കാല് സുഖപ്പെടണമെങ്കിൽ, മുടന്തു പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ എൻ്റെ ഗുരുനാഥനരികിൽ വരൂ. അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തും. ബാബയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായി നാന ഇങ്ങനെയും പറഞ്ഞു, താങ്കൾ ബാബയുടെ സ്വന്തക്കാരനല്ലെങ്കിൽ താങ്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആകർഷണം തോന്നില്ല. എന്തിന് സായിയുടെ ദർശനം പോലും ലഭിക്കില്ല. നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് അവിടെ യാതൊരു പങ്കുമില്ല. സായിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേട്ടപ്പോൾ ദീക്ഷിതിന് സായീശ്വരനെ കാണാൻ തിടുക്കമായി. മാത്രമല്ല, സുഹൃതിയായ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രകാശിച്ചു. ശരീരത്തിൻ്റെ നിസാരത വെളിവായി. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ഈ കാലിന് എന്താണ് ഇത്ര പ്രാധാന്യം? ഈ ശരീരം തന്നെയും എന്നായാലും നശിക്കും. കാലിൻ്റെ ക്ലേശം എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. ഇനി അതേക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാകില്ല. സായി ദർശനത്തിന് ഭാഗ്യം സിദ്ധിച്ചാൽ ആനന്ദപൂർണമായ മോക്ഷത്തിനു വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. നിസ്സാര കാര്യത്തിനായി ഞാൻ അവസരം പാഴാക്കില്ല. അനശ്വരമായ ആനന്ദം ലഭിക്കാനായി ഞാൻ സായീശ്വരൻ്റെ ദാസനാകും. കാലിൻ്റെ മുടന്തല്ല, മനസ്സിൻ്റെ മുടന്താണ് എനിക്ക് മാറേണ്ടത്. എത്ര കാലമായി ഞാൻ സാധനകൾ അനുഷ്ഠിക്കുന്നു. അതെല്ലാം ചെയ്ത് മനസ്സ് തളർന്നിരിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ ഇപ്പോഴും എനിക്കാകുന്നില്ല. അതെൻ്റെ പിടിയിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ വഴുതിപ്പോകുന്നു. എത്ര ശ്രദ്ധയോടെ കാത്തിരുന്നിട്ടും അത് പിടിവിടുന്നു. പ്രിയപ്പെട്ട നാന, ഇതാണ് എൻ്റെ അവസ്ഥ. താങ്കളുടെ ഗുരുനാഥൻ്റെ ദർശനം ലഭിച്ചാൽ ഞാൻ ഇതിനു വേണ്ടിയേ പ്രാർത്ഥിക്കൂ. ദീക്ഷിത് തൻ്റെ അവസ്ഥ വിവരിച്ചു. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു അപ്പോൾ. കാക്കാ സാഹിബും പൊതുജന പിന്തുണയ്ക്കായി സുഹൃത്തുക്കളെ സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അഹമ്മദ് നഗറിലും എത്തി. അവിടെ വെച്ച് കാക്കാ സാഹേബ് മിരിക്കാർ എന്നൊരു സർദാറുമായി ഇടപെട്ടു. ദീക്ഷിതിൻ്റെ സ്വഭാവ മഹിമ മൂലം മിരിക്കാർ തൻ്റെ സ്ഥലത്ത് അദ്ദേഹത്തെ താമസിപ്പിച്ചു. മിരിക്കാറുടെ മകൻ ബാലാ സാഹിബ് അപ്പോഴേക്കും അവിടെ എത്തി. അദ്ദേഹം കോപ്പർ ഗാവോണിലെ അധികാരിയായിരുന്നു. ദീക്ഷിതിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ജോലികൾ തീർന്നു. അതോടെ ഷിർദിയിൽ പോകണമെന്ന ചിന്തയും ശക്തമായി. പക്ഷേ എങ്ങനെ പോകും? ആര് സായി പാദത്തിൽ തന്നെ എത്തിക്കും? ദീക്ഷിതിന് കൂട്ടിനായി മിരിക്കാർ പോകണോ മകൻ പോകണോ എന്ന കാര്യം അതിഥികൾ ആലോചിച്ചു. ഇവിടെ എങ്ങനെ ചർച്ചകളും ആലോചനകളും നടക്കവേ അവിടെ സായിനാഥൻ തൻ്റെ ഭക്തനെ തന്നരികിൽ കൊണ്ടുവരാനായി അവിടുത്തെ തനതായ ശൈലിയിൽ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. ഈ സമയം ഭാര്യാപിതാവിന് അസുഖമാണെന്നും കഴിയുന്നതും വേഗം അഹമ്മദ് നഗറിലെത്തണമെന്നും ഒരു കമ്പി ശ്യാമയ്ക്ക് കിട്ടി. ബാബയുടെ അനുവാദം വാങ്ങി അദ്ദേഹം യാത്രയായി. സ്റ്റേഷനിലിറങ്ങിയപ്പോൾ ശ്യാമയും നാനാ സാഹേബ് പാൻസെയും അപ്പാ സാഹേബ് ഗദ്രിയും തികച്ചും യാദൃശ്ചികമായി കണ്ടുമുട്ടി. അവർക്ക് ആശ്ചര്യം തോന്നി. ഷിർദിയിലേക്ക് ദീക്ഷിതിനെ കൊണ്ടുപോകാൻ ഇതിലും പറ്റിയ ഒരാൾ ആരാണ്? ഭാഗ്യം തന്നെ. അവർ വിവരം ശ്യാമയെ അറിയിച്ചു. അദ്ദേഹത്തിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാമ ഭാര്യാപിതാവിനെ കാണാൻ പോയി. അദ്ദേഹം സുഖമായിരിക്കുന്ന കണ്ട് ശ്യാമയ്ക്ക് സന്തോഷമായി. കുറച്ചിട അവിടെ വിശ്രമിച്ച ശേഷം ശ്യാമ മിരിക്കാറിൻ്റെ ഗൃഹത്തിലെത്തി. ദീക്ഷിതിനെയും ശ്യാമയെയും ബാലാ സാഹേബ് പരിചയപ്പെടുത്തി. ഇരുവർക്കും വലിയ സന്തോഷമായി. അപ്പോഴാണ് ബാലാ സാഹേബ് ഒരു കാര്യം ഓർത്തത്. ഒരിക്കൽ മേഘ സായീശ്വരൻ്റെ ചില്ലുപൊട്ടിയ ചിത്രം നന്നാക്കാനായി തൻ്റെ കയ്യിൽ തന്നുവിട്ടിരുന്നു. അത് ശരിയാക്കി തുണിയിട്ട് മൂടി വച്ചിരിക്കുകയാണ്. ഇതുവരെയും അത് കൊണ്ടു കൊടുക്കാനായില്ല. ഇത് നല്ല അവസരം. ദീക്ഷിതിൻ്റെയും ശ്യാമയുടെയും കൈവശം ആ ചിത്രം കൊടുത്തുവിടാം. ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ചിത്രം എടുത്തുകൊണ്ട് വന്നു. അതിനെ മൂടിയിരുന്ന തുണി മാറ്റി. ആ ചിത്രം കണ്ട് ദീക്ഷിത് വല്ലാതായി. മിഴികൾ നിറഞ്ഞു. ശരീരം വിറപൂണ്ടു. കൃപാമൂർത്തിയായ സായിനാഥൻ തനിക്ക് ചിത്രത്തിലൂടെ ദർശനം നൽകിയതായി അദ്ദേഹത്തിന് ഉറപ്പായും തോന്നി. അദ്ദേഹം ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു.
ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. സുന്ദരമായ വശ്യമായ ചിത്രം. ജീവൻ തുടിക്കുന്ന മിഴികൾ, പുഞ്ചിരിക്കാൻ തുടങ്ങുന്നുവെന്ന് സങ്കല്പിക്കുന്ന അധരങ്ങൾ. ദീക്ഷിത് മയങ്ങിപ്പോയി. ആരെ കാണാൻ മനമുഴറിയോ ആ പുണ്യപുരുഷൻ്റെ മുന്നിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹർഷം എത്രയായിരിക്കും? അതെല്ലാം ദീക്ഷിത് ചിത്രം കണ്ട് അനുഭവിച്ചു. അങ്ങനെ ചിത്രവുമായി അവർ യാത്രയായി. റെയിൽവേ സ്റ്റേഷനിലെത്തി. 2ാം ക്ലാസ് ടിക്കറ്റ് എടുത്തു. കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ ഒരൊറ്റ സീറ്റില്ല. ഇരുവരും അസ്വസ്ഥരായി. ഇത്ര ദൂരം എങ്ങനെ നിന്ന് യാത്ര ചെയ്യും? യാത്ര നാളത്തേക്ക് മാറ്റിയാലോ എന്നായി ചിന്ത. അങ്ങനെയാകാമെന്ന് തീരുമാനിക്കവേ ദീക്ഷിതിന് പരിചയക്കാരനായ ഒരു ഗാർഡിൻ്റെ കാര്യം ഓർമ്മ വന്നു. ബുദ്ധിമുട്ടാതെ ഗാർഡിനെ കണ്ടെത്താനായി. അദ്ദേഹം അവരെ 1ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറ്റിയിരുത്തി. അങ്ങനെ രാജാതിരാജനെ കാണാൻ രാജകീയമായൊരു യാത്ര ശരിയായി. വണ്ടിയിൽ വെച്ച് ശ്യാമ ബാബയുടെ അത്ഭുത കഥകൾ ദീക്ഷിതിനെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ആ അമൃത കഥകളിൽ ആണ്ടുപോയി ദീക്ഷിത്. പലപ്പോഴും മിഴികൾ നിറഞ്ഞൊഴുകി. ആനന്ദത്തിൻ്റെ ഗദ്ഗതം തികട്ടി വന്നു. സമയം പോയതറിഞ്ഞില്ല. അവർ കോപ്പർഗാവോണിലെത്തി. അവിടെ വെച്ച് അവർ നാനയെ കണ്ടു. തമ്മിൽ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആഹ്ലാദം എത്രയെന്ന് പറയുക വയ്യ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നീട് മൂവരും കൂടി തിരുസന്നിധിയിലേക്ക് യാത്രയായി. വഴിയിൽ പുണ്യസലീലമായ ഗോദാവരിയിലിറങ്ങി മുങ്ങി ശരീരവും മനസ്സും ശുദ്ധമാക്കി. അവർ വീണ്ടും യാത്ര തുടർന്നു. ഷിർദിയിൽ എത്തിച്ചേർന്നു. സായിനാഥനെ കണ്ടതും ദീക്ഷിതിൻ്റെ ഹൃദയം ആർദ്രമായി. കണ്ണുകൾ നിറഞ്ഞു. ആത്മഹർഷം നുരഞ്ഞു പൊന്തി. ശരീരം വിറപൂണ്ടു. വിഭുവിൻ്റെ സമീപം ചെന്നപ്പോൾ വാത്സല്യം മുറ്റിനിന്ന വാക്കുകൾ തിരുവധരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. ഞാനും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിന്നെ കൊണ്ടുവരാനായി ഞാനാണ് ശ്യാമയെ അയച്ചത്. ഇത് കേട്ടതോടെ, സായി പ്രേമം അറിഞ്ഞതോടെ അതിശക്തമായ വികാരത്താൽ ദീക്ഷിതിൻ്റെ ശരീരം അടിമുടി വിറകൊണ്ടു. രോമാഞ്ചമുണ്ടായി. തൊണ്ടയിടറി. കണ്ണുകളിൽ നിന്നും കൊടുകൂടെ കണ്ണീരൊഴുകി. സായി തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ ആ ഭക്തന് ഒന്നും മിണ്ടാനായില്ല. എന്തു പറയാൻ? അദ്ദേഹം സായി മാതാവിൻ്റെ തൃപ്പാദം കെട്ടിപ്പിടിച്ചു. ചുംബനം കൊണ്ട് പൊതിഞ്ഞു. സായി തന്നിൽ ഇളക്കിവിട്ട ആനന്ദം ഈ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാനാവില്ലെന്ന് ആ പരമഭക്തൻ മനസ്സിലാക്കി. പിന്നീട് ഏറെ വർഷങ്ങൾ കാക്കാദീക്ഷിത് ഷിർദിയിൽ താമസിച്ചു. പ്രിയമുള്ളവരെ, ഈ കഥയിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ? ആരാണോ ആത്മാർത്ഥമായി സായിനാഥനെ കാണാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ആഗ്രഹം സർവശക്തനായ സായീശ്വരൻ സാധിച്ചു കൊടുത്തിരിക്കും. തന്നരികിൽ ഭക്തനെ ബാബ വരുത്തും. അങ്ങനെ അവിടുന്ന് തൻ്റെ ഭക്തന് പരമാനന്ദമേകുക തന്നെ ചെയ്യും. ജയ് സായിറാം.